ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ശ്രീസ് വേൾഡ്. വളരെയധികം ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിളാണ് ബ്രോക്കോളി. ഇതധികവും നമ്മൾ സാലഡായിട്ടൊക്കെയാണ് കഴിക്കാറുള്ളത്. ചില ആൾക്കാർ ഇത് ഉപ്പേരിയായിട്ടും മസാല ഇട്ടിട്ട് ഉപ്പേരിയായിട്ടും കറിയായിട്ടും മസാലക്കറിയായിട്ടും ഒക്കെ വയ്ക്കാറുണ്ട്. ചില ആൾക്കാർക്കൊന്നും ഇതിൻ്റെ ടേസ്റ്റ് അങ്ങനെ പിടിക്കുകയില്ല, ചിലർക്ക് നല്ല ഇഷ്ടമാണ്. എന്നാൽ ഇത് മസാലയൊന്നും ഇടാതെ ഇത് വളരെ ലളിതമായിട്ട് നമുക്ക് ഒരു ഉപ്പേരി വെച്ചിട്ട് എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. അതിന് ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ഒരു ബ്രോക്കോളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു. എന്നിട്ട് അത് നല്ല ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് കുറച്ച് നേരം വെച്ചു. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പുഴുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ പോവും. അങ്ങനെ ഉപ്പും മഞ്ഞളും ഇട്ട് വെക്കുന്നത് നല്ലതാണ്. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിച്ചു. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ തോരനാണ്. നല്ല ടേസ്റ്റുമാണ്. ഇത് ബ്രോക്കോളി ഉടഞ്ഞു പോകരുത്, അതായത് വളരെ ആ കഷ്ണമായിട്ട് തന്നെ നിൽക്കണം, അപ്പോഴാണ് അത് കഴിക്കാനും രസമുള്ളത്. ഇതിലൊരുപാട് സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല. ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്, 2-3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ മാത്രമേ ഞാനിതിൽ ചേർക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കുന്നുണ്ട്. വളരെ വേഗത്തിൽ ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. മസാലയൊക്കെ ഇട്ട് വെക്കുന്നതിനേക്കാളും എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളതും എനിക്ക് കഴിക്കാൻ ഇഷ്ടം തോന്നിയിട്ടുള്ളതും ഇങ്ങനെ വെച്ചപ്പോഴാണ്. അതുകൊണ്ട് ഞാനതൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. ഈ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി, നന്നായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ബ്രോക്കോളി, അതായത് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് സമയം വെച്ച്, എന്നിട്ട് അതിന് ശേഷം കഴുകിയെടുക്കുക. എന്നിട്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് പെട്ടെന്നാവുകയും ചെയ്യും, ഒരുപാട് വേവൊന്നുമില്ല. ഒരുപാട് വേവിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും, പെട്ടെന്ന് ആയി കിട്ടും. കുട്ടികൾക്കൊക്കെ വളരെ നല്ല സാധനമാണ്. ഇത് കഴിച്ചാൽ എല്ലാവർക്കും നല്ലതാണ്. ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. അധികം ഉടഞ്ഞു പോവാതെ നോക്കണം. ബ്രോക്കോളി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം, ഒരു 1-2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. 1 മിനിറ്റ് 2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ബ്രോക്കോളി വെന്ത് കിട്ടും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ബ്രോക്കോളിയിൽ കുറച്ച് വെള്ളം ഉണ്ടാകും, അത് ഇറങ്ങും ഈ ഇതിലേക്ക്. അപ്പോൾ കുറച്ചൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. അത് വേഗം വറ്റുകയും ചെയ്യും. അപ്പോൾ വേഗം 1 മിനിറ്റ് 2 മിനിറ്റ് മാത്രമേ അടച്ചു വെക്കാവുള്ളൂ, ഇല്ലെങ്കിൽ അത് വല്ലാതെ വെന്ത് പോകും. അപ്പോൾ നമ്മൾ ഈ വെള്ളം വറ്റിക്കാൻ വേണ്ടി ഒന്ന് ഇളക്കിയെടുക്കുമ്പോൾ തന്നെ അത് നല്ല വെന്ത് പാകമായിട്ടുണ്ടാകും, ഉടഞ്ഞു പോവുകയില്ല. ആ വെള്ളം വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി ബ്രോക്കോളി വാങ്ങുമ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാവുന്ന ഒരു തോരൻ റെഡിയായി.